Hello friends, welcome to Once. So വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഗേറ്റ് 2025 എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് പ്രൊസീജിയർ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഗേറ്റ് 2025 ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. IIT റൂർക്കിയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ IIT റൂർക്കിയുടെ വെബ്സൈറ്റ് ത്രൂ ആണ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയറും ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ IIT റൂർക്കിയുടെ വെബ്സൈറ്റിൽ ആണ് നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ നിങ്ങൾ IIT റൂർക്കിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. സോ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ രജിസ്റ്റർ ഹിയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, സർനെയിം, ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള നെയിം അവിടെ വരും. ദെൻ അത് കൺഫേം ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളോട് ചോദിക്കും. നമ്മൾ കൊടുത്ത പേര് കൺഫേം ചെയ്യുക. ഓക്കെ, ദെൻ നമ്മളത് വെരിഫൈ ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമ്മുടെ മെയിൽ ID, നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെയിൽ ID ഇവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. മെയിൽ ID നിങ്ങൾ കൺഫേം ചെയ്യുക. സോ കൺഫേം മെയിൽ ID. ദെൻ നമ്മൾ ഏത് കൺട്രിയാന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യാൻ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മളോട് പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്യാം. സോ പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക, അത് റീ എൻ്റർ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയും ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, മെയിൽ ID കാര്യങ്ങളെല്ലാം കൊടുത്ത് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കൺഫേം ആവും. സോ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിൽ IDയിലും മൊബൈൽ നമ്പറിലും നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് ID റിസീവ് ആവും. ഓക്കെ, സോ നിങ്ങളുടെ യുണീക്ക് ആയിട്ടുള്ള എൻറോൾമെൻറ്റ് ID മെയിൽ IDയിലും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലും നിങ്ങൾക്ക് റിസീവ് ആയിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് റിസീവ് ആയിട്ടുള്ള എൻറോൾമെൻറ്റ് ID വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. സോ ലോഗിൻ സെക്ഷനിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് എൻറോൾമെൻറ്റ് ID അല്ലെങ്കിൽ നമ്മുടെ മെയിൽ ID എന്താ വെച്ചാൽ അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ്, ഓക്കെ, നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ്, ദെൻ ഇവിടെ 2 - 2 ആ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യുക. സോ 0 എന്നുള്ള ആ ഒരു വാല്യൂ നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നു. ദെൻ ഇതിലേക്ക് ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, ഇവിടെ വെൽക്കം എന്ന് പറഞ്ഞ മെസ്സേജ് വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4-5-6 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഓരോരോ സെക്ഷനിൽ നമ്മൾ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. സോ ആദ്യത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം സെക്ഷനാണ്. സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഏതാണ്, എക്സാം സെക്ഷനാണ്. സോ എക്സാം സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പേപ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ എത്ര പേപ്പർ എഴുതുന്നുണ്ട്, 2 പേപ്പർ എഴുതുന്നുണ്ടെങ്കിൽ 2 എണ്ണം, പ്രൈമറി പേപ്പർ മാത്രമാണെങ്കിൽ 1 പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ ഏതാണെന്നുള്ളതും, സെക്കൻഡറി എഴുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് കോമ്പിനേഷനൊക്കെയാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെലക്ട് ദി നമ്പർ ഓഫ് ടെസ്റ്റ് പേപ്പേഴ്സ് യു വാണ്ട് ടു അപ്പിയർ ഫോർ ഇൻ ഗേറ്റ് 2025. അപ്പോൾ 1 പേപ്പറാണോ 2 പേപ്പറാണോ എഴുതുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യുക. 1 പേപ്പറാണെന്നുണ്ടെങ്കിൽ 1 എന്ന് കൊടുക്കുക. 2 പേപ്പറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, 2 കൊടുക്കുക. ഓക്കെ, സോ 1 പേപ്പറാണെങ്കിൽ 1 ആണ്. സോ ഏതാണ് നിങ്ങളുടെ പേപ്പർ എന്നുള്ളത് നിങ്ങൾ ഇതിന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ബ്രാഞ്ച് ഏതാണോ അതിന് കറസ്പോണ്ടിങ് പേപ്പറും അതിൻ്റെ കോഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിവിൽ ആണെങ്കിൽ CE, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ EC, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ EE എന്ന് പറയുന്ന കോഡ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ അത് കൊടുത്തിട്ട് നിങ്ങളുടെ പേപ്പർ നിങ്ങൾക്ക് ഇതൊന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പേപ്പർ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് സെക്കൻഡറി പേപ്പർ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്പർ ഓഫ് പേപ്പേഴ്സിന് അവിടെ 2 കൊടുക്കണം. സോ ആ 2 കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൈമറി പേപ്പർ സെലക്ട് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് അവൈലബിൾ ആയിട്ടുള്ള സെക്കൻഡറി കോമ്പിനേഷൻ അവരിവിടെ കാണിക്കും. സെക്കൻഡറി ഏതൊക്കെ പേപ്പേഴ്സ് അവൈലബിൾ ആണെന്നുള്ള ഇവിടെ കാണിക്കും. ഇപ്പോൾ നമ്മൾ സിവിൽ എടുക്കുകയാണെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് എന്ന് പറയുന്ന പേപ്പർ, അതുപോലെ തന്നെ ജിയോമാറ്റിക്സ് എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ സെക്കൻഡറി കോമ്പിനേഷൻ സിവിലിന് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ബ്രാഞ്ചിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡറി കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇതിന്ന് പേപ്പർ സെലക്ട് ചെയ്യാൻ പറ്റും. സോ പ്രൈമറി, സെക്കൻഡറി നിങ്ങൾക്ക് സെലക്ഷൻ ആദ്യം ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എക്സാമിനേഷൻ സിറ്റി. സോ 3 ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. എക്സാമിനേഷൻ സിറ്റി 1, 2, 3 എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യാം. സോ എക്സാമിനേഷൻ സിറ്റി 1
നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ആലുവ എറണാകുളമാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ദെൻ എക്സാമിനേഷൻ സിറ്റി 2 നിങ്ങൾക്ക് വേണമെങ്കിൽ ചെങ്ങന്നൂർ കൊടുക്കാം, സെക്കൻഡ് ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ. ദെൻ എക്സാമിനേഷൻ സിറ്റി 3 വേണമെങ്കിൽ ആറ്റിങ്ങിൽ കൊടുക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ഏതാണോ, ഏതൊക്കെ എക്സാമിനേഷൻ സിറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ നോക്കിയിട്ട് ആ ഒരു ഇതിന്ന് നിങ്ങൾക്ക് വേണ്ട സിറ്റീസ് പ്രിഫറൻസ് അനുസരിച്ച് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് സെക്ഷനിൽ എക്സാം സെക്ഷനിൽ വരുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ. ദെൻ സെക്കൻഡ് സെക്ഷൻ പേഴ്സണൽ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അവിടെ ചോദിക്കുന്നത്. സോ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ നെയിം ചോദിക്കും. അതുപോലെ തന്നെ ഇവിടെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യണം. ഓക്കെ. സോ അത് വെരിഫൈ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പേയ്മെൻറ്റിലേക്ക് ലാസ്റ്റ് പോകാൻ പറ്റൂ. സോ മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യുക, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ. സോ വെരിഫൈ ഇമെയിൽ അഡ്രസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരു OTP വരും, അത് വെച്ച് സബ്മിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഇതുപോലെ വെരിഫൈ മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ OTP എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊബൈൽ നമ്പറും വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഇത് രണ്ടും വെരിഫൈ ചെയ്യാം. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ആക്ച്വൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. സോ ഡേറ്റും മന്തും ഇയറും സെലക്ട് ചെയ്യുക, ദെൻ കൺഫേം ചെയ്യുക. ഓക്കെ. അതിനുശേഷം നിങ്ങളെ ജെൻഡർ, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള ജെൻഡർ നിങ്ങൾ സെലക്ട് ചെയ്യുക. നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കാറ്റഗറി, നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ജനറൽ ആണോ, ജനറൽ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ DWS, അതുപോലെ തന്നെ OBC സെക്ഷൻ വരുന്നുണ്ട്, SC ST കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് PDF കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം. ഓക്കെ. ദെൻ അതിന് ശേഷം പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അവിടെയും നിങ്ങൾ കറക്റ്റായിട്ട് യെസ് ഓർ നോ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഫില്ല് ചെയ്യുക. ദെൻ നമ്മുടെ അഡ്രസ്സ് ആണ് വേണ്ടത്. സോ അഡ്രസ് സെക്ഷനിൽ കൺട്രി ഓഫ് പെർമനൻറ്റ് റെസിഡൻസ്, നമ്മുടെ രാജ്യം ഏതാണെന്നുള്ളത്, സോ അവിടെ നിങ്ങൾക്ക് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യാം. ദെൻ അതിന് ശേഷം സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, സോ നിങ്ങൾക്ക് ഇവിടെ ഇന്ത്യ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാം. അതിന് ശേഷം സ്റ്റേറ്റ് ചോദിക്കും. സോ സ്റ്റേറ്റ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കേരള എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ദെൻ വാലിഡ് ID പ്രൂഫ്, അതായത് നമ്മൾ ID പ്രൂഫ് ഇവിടെ എൻ്റർ ചെയ്യണം. സോ ഇതേ ID പ്രൂഫ് തന്നെ വേണം നമ്മൾ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ. സോ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, സെലക്ട് ID പ്രൂഫ്. സോ ഏതാണ്, ആധാർ ആണോ അല്ലെങ്കിൽ പാൻ കാർഡ് ആണോ പാസ്പോർട്ട് ആണോ ഏതാണെന്നുള്ളത്. സോ ആധാർ ആണെങ്കിൽ ആധാർ നിങ്ങൾ സെലക്ട് ചെയ്യാം. ദെൻ അതിൻ്റെ നമ്പർ, ID നമ്പർ എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ് നമ്പർ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ആധാർ കാർഡ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ഓക്കെ. ദെൻ നെയിം ഓഫ് പാരന്റ് ഓർ ഗാർഡിയൻ, നിങ്ങളുടെ പാരന്റ് അല്ലെങ്കിൽ ഗാർഡിയൻ്റെ പേര് എൻ്റർ ചെയ്യാനാണ് അടുത്ത ഓപ്ഷൻ. സോ നിങ്ങളവിടെ പേര് എൻ്റർ ചെയ്യുക. അതിനുശേഷം എന്താണ് റിലേഷൻഷിപ്പ് എന്നുള്ളത്, സോ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ നിങ്ങളുടെ ഗാർഡിയനായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, ഗാർഡിയൻ്റെ അല്ലെങ്കിൽ പാരന്റിന്റെ നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്. സോ ഇന്ത്യൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ, അല്ലെങ്കിൽ അതർ ആണെന്നുണ്ടെങ്കിൽ അതർ സെലക്ട് ചെയ്യാം. അതിനുശേഷം മൊബൈൽ നമ്പർ, നമ്മുടെ കൊടുത്തിട്ടുള്ള ഗാർഡിയൻ അല്ലെങ്കിൽ പാരന്റിന്റെ മൊബൈൽ നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, കൺട്രി കോഡും മൊബൈൽ നമ്പറും വെച്ചിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ സെക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ദെൻ ഇതാണ് സെക്കൻഡ് സെക്ഷൻ വരുന്നത്. ദെൻ തേർഡ് സെക്ഷനിൽ അഡ്രസ് ആണ്. സോ നമ്മളെ ഫുൾ അഡ്രസ്സ് ഡീറ്റെയിൽസ് ആണ് ഇവിടെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. സോ നമ്മുടെ പിൻകോഡ് ചോദിക്കുന്നുണ്ട്. സോ നമ്മൾ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിൻകോഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം സെലക്ട് കൺട്രി ചോദിക്കുന്നുണ്ട്. സോ കൺട്രി സെലക്ട് ചെയ്യുക. ദെൻ സെലക്ട് സ്റ്റേറ്റ് ചോദിക്കുന്നുണ്ട്. സോ സ്റ്റേറ്റ് കേരള ആണെങ്കിൽ കേരള നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ദെൻ അഡ്രസ് ലൈൻ, നമ്മുടെ അഡ്രസ് ലൈൻ 1, 2, 3 നിങ്ങളെ ഫുൾ അഡ്രസ്സ് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, വീട്ടുപേര് കാര്യങ്ങൾ പോസ്റ്റ് ഓഫീസ് ഏതാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നിങ്ങൾ ഫുൾ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്യുക. ദെൻ സിറ്റി ഓർ ടൗൺ ഏതാണ് സ്ഥലം എന്നുള്ളതും എൻ്റർ ചെയ്യുക. ആ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് ശേഷം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ അഡ്രസ് സെക്ഷനും കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഡിഗ്രിയാണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഗ്രാജുവേറ്റഡ് ആണോ അല്ലെങ്കിൽ കറൻ്റ്ലി പർസ്യൂയിങ് ഗ്രാജുവേഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. സോ കോളേജിൻ്റെ ക്വാളിഫയിങ് ഡിഗ്രി ഡീറ്റെയിൽസ് ആണ്. അതിൽ ഫസ്റ്റ് കോളേജിൻ്റെ പിൻകോഡാണ്. സോ നിങ്ങൾ ഏത് കോളേജിലാണോ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പഠിക്കുന്നത് അതിൻ്റെ പിൻകോഡ് അടിക്കുക. ഓക്കെ. സോ കോളേജിൻ്റെ പിൻകോഡ് നിങ്ങൾ അടിക്കുക. ദെൻ കൺട്രി ഓഫ് കോളേജ് ഓർ യൂണിവേഴ്സിറ്റി, അതായത് ഏത് രാജ്യത്താണ് ആ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ആ ഒരു കൺട്രി നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം
സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി, അതായത് ഏത് സ്റ്റേറ്റിലാണ് നിങ്ങളുടെ കോളേജ് എന്നുള്ള സ്റ്റേറ്റ് ഓപ്ഷൻ. സോ കേരള ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കേരള സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം കോളേജിൻ്റെ സിറ്റി ഓർ ടൗൺ, ഏത് സിറ്റി അല്ലെങ്കിൽ ഏത് ടൗണിലാണ് നമ്മുടെ കോളേജ് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്ട്രേഷൻ ഓർ റോൾ നമ്പർ, നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കോളേജ് ID കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ആ റോൾ നമ്പർ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഓക്കെ, സോ കോളേജ് ID അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു എൻറോൾമെൻറ്റ് ID ആണ് നിങ്ങളിവിടെ, അല്ലെങ്കിൽ ആ ഒരു ID നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ ക്വാളിഫയിങ് ഡിഗ്രി, നിങ്ങളുടെ ഡിഗ്രി ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. സെലക്ട് ക്വാളിഫയിങ് ഡിഗ്രി, നിങ്ങൾ ഇതിൽ ഏത് ക്വാളിഫിക്കേഷൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. BTech ആണോ അല്ലെങ്കിൽ BE ആണോ അല്ലെങ്കിൽ MTech ആണോ എന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ സെലക്ട് ചെയ്യാം. സോ BTech ആണെങ്കിൽ നിങ്ങൾ BTech സെലക്ട് ചെയ്യാം. ദെൻ ഡിസിപ്ലിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഏത് ഡിസിപ്ലിനാണ്, BTech ഏത് ബ്രാഞ്ചാണ് പഠിച്ചിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നിങ്ങളെ ബ്രാഞ്ച് ഇതിൽ ഏതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ സെലക്ട് ചെയ്യാം. ഒരുപാട് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ സിവിൽ എഞ്ചിനീയറിംഗ് ആണെന്നുണ്ടെങ്കിൽ സിവിൽ, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ്. സോ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യാം. ദെൻ ഹാവ് യു ഗ്രാജുവേറ്റഡ് ഇൻ ദ എബവ് ഡിഗ്രി, അതായത് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്നാണ് ചോദിക്കുന്നത്. അതായത് പാസ് ഔട്ട് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളത്. സോ പാസ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വർഷമാണ് നിങ്ങൾ പാസ് ഔട്ട് ആയത് എന്നുള്ളത് ചോദിക്കും. മീൻസ് ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതല്ല നിങ്ങളിപ്പോൾ കറൻ്റ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏത് വർഷമാണ് നിങ്ങൾ പാസ് ഔട്ട് ആവാൻ പോകുന്നത്. 2025 25 കൊടുക്കുക, 2026 ആണെങ്കിൽ 26 കൊടുക്കുക. ഓക്കെ, സോ ഇയർ ഓഫ് ക്വാളിഫയിങ് ഡിഗ്രി, ആ വർഷം നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കും. ഓക്കെ, ദെൻ ഏത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡിഗ്രി അവാർഡിങ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇതിൽ ലിസ്റ്റിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുൾ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ. സോ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫുൾ നെയിം നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അവരിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ അവൈലബിൾ അല്ലാത്തത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ദെൻ കോളേജിൻ്റെ പേരും നിങ്ങൾക്ക് ഫുൾ നെയിം ഇവിടെ കൊടുക്കാം. സോ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഇത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാനും പറ്റും. അപ്പോൾ കോളേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ഇത്രയാണ് ഡിഗ്രി സെക്ഷനിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി അടുത്തത് ഡോക്യുമെന്റ് സെക്ഷനാണ്. ഡോക്യുമെന്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. നമ്മളെ ഫോട്ടോഗ്രാഫ്, അതുപോലെ തന്നെ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യണം. സോ ഓരോന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ ഉണ്ട്. ഇത്ര സൈസിൽ വേണം അല്ലെങ്കിൽ ഇത്ര സൈസിൻ്റെ ഇടയിലായിരിക്കണം എന്നുള്ളതൊക്കെ. അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അപ്ലോഡ് കളർ ഫോട്ടോഗ്രാഫ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫയൽ ചൂസ് ചെയ്യാം. നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് നിങ്ങൾ ആ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫ് നിങ്ങൾ ഈ ഒരു പോയിന്റിൽ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. സോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സംഭവം ഫയൽ ചൂസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് ഫയൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് ചൂസ് ചെയ്തിട്ട് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് സിഗ്നേച്ചർ ആണ്. സോ സിഗ്നേച്ചറിനും ഒരു സ്പെസിഫൈഡ് ഫോർമാറ്റ് കാര്യങ്ങളുണ്ട്. സോ ആ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സിഗ്നേച്ചർ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഫോട്ടോഗ്രാഫായി, സിഗ്നേച്ചറായി. ഇനി അടുത്തത് ഫോട്ടോ ID ആണ്. സോ ഫോട്ടോ ID ഏതാണോ നിങ്ങൾ ID യൂസ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ആധാർ ആണെങ്കിൽ ആധാർ കാർഡ്. സോ ആ ആധാറും ഇതേപോലെ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. സോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് മെയിനായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മുടെ പ്രൊവൈഡഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, സോ ഇത്രയും ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. ദെൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുന്നുണ്ട്, ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ഗേറ്റ് 2025? ഗേറ്റ് 2025 എക്സാമിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ള ഒരു അത് ന്യൂസ് പേപ്പറിൽ നിന്നാണോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ന്യൂസിൽ നിന്നാണോ അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ നിന്നാണോ അല്ലെങ്കിൽ ഗേറ്റ് 2025 പോസ്റ്ററിൽ നിന്നാണോ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യൂ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഈ കംപ്ലീറ്റ് അപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നും കൂടെ കാണാൻ പറ്റും. വ്യൂ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് അപ്ലിക്കേഷൻ, അതായത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുള്ള പേപ്പർ ഏതാണ്, എക്സാം സിറ്റി ഏതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ്, നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ചില കാര്യങ്ങൾ ഞാനിവിടെ ഫില്ല് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നോട്ട് ഫിൽഡ് യെറ്റ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ ഈ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾ കൊടുത്ത അഡ്രസ്സ്, കാര്യങ്ങൾ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയും സെക്ഷൻസ് നിങ്ങൾ ഒന്നും കൂടെ വെരിഫൈ ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും എററോ മിസ്റ്റേക്കോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ
ഉണ്ട്. സോ എഡിറ്റ് അപ്ലിക്കേഷനിൽ പോയിട്ട് അത് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയും ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഏതിലേക്കാണ്, ഇതെല്ലാം വെരിഫൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് പേയ്മെന്റ് സെക്ഷനിലേക്കാണ്. സോ നിങ്ങളുടെ പേപ്പറിനനുസരിച്ച് ഇപ്പോൾ ഒരു പേപ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെന്റ്, 2 പേപ്പർ ആണെങ്കിൽ ഡബിൾ ദി പേയ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്. സോ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, പേയ്മെന്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി. സോ ഇത്രയാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. സോ ഇത്രയും സ്റ്റെപ്സ് ആണ് ഇതിൽ വരുന്നത്. സോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. സോ അപ്ലൈ ചെയ്യുന്നവർ ഈ വീഡിയോ കാര്യങ്ങൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയാക്കിയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു എക്സാമിന് ഇനി ഇപ്പോൾ ഒരു 5-6 മാസമേ ഉള്ളൂ. സോ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വൺസ് ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് വൺസിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രീവിയസ് റിസൾട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. സോ ഗേറ്റിന് ഒരുപാട് ക്വാളിഫയേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അക്കാഡമി കൂടിയാണ് വൺസ്. സോ നിങ്ങൾക്ക് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഒരുപാട് പ്രോഗ്രാംസ്, ഡിഫറെൻറ്റ് കോഴ്സസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ക്രാഷ് കോഴ്സ്, അതുപോലെ തന്നെ ഇ ലേണിംഗ് വിത്ത് സ്റ്റഡി മെറ്റീരിയൽ, വിത്തൗട്ട് സ്റ്റഡി മെറ്റീരിയൽ, അതുപോലെ തന്നെ പോസ്റ്റൽ സ്റ്റഡി കോഴ്സ്, ടെസ്റ്റ് സീരീസ്, ഹാൻഡ് ബുക്ക്, അങ്ങനെ ഒരുപാട് ഏതാണോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അതനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ അവൈലബിൾ ആണ്. സോ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ ക്വാളിഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഒരുപാട് ക്വാളിഫയേഴ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. സോ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫയേഴ്സ്, അവരുടെയൊക്കെ റാങ്ക്, അവർ ഏത് ബ്രാഞ്ചാണ്, ഏത് കോളേജ് ആണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. സോ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. സോ അത്രയും ക്വാളിഫയേഴ്സ് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്താലും നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് എടുത്താലും എല്ലാം ഇൻഡിവിജ്വലി ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. സോ ഇത് 24 റിസൾട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ 23-ലാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്വാളിഫയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. സോ ഇതാണ് നമ്മുടെ ക്വാളിഫയേഴ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ 23 ക്വാളിഫയേഴ്സിൻ്റെ ലിസ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അതിന് മുമ്പത്തെ വർഷമാണെങ്കിലും നിങ്ങൾക്ക് ക്വാളിഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻക്വയറി ആയിട്ട് വരും. സോ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള കോഴ്സുകൾ വൺസിൽ അവൈലബിൾ ആണ്. സോ ഇനി പ്രീ ഫൈനൽ ഇയേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 25 എക്സാം എഴുതാം. പക്ഷേ നിങ്ങൾക്ക് ഒന്നും കൂടെ ഫോക്കസ് ചെയ്ത് 26ലേക്ക് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉള്ള കോഴ്സുകളും വൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഈ കോഴ്സുകളെല്ലാം ഓഫർ പ്രൈസിൽ അവൈലബിൾ ആണ്. സോ കോഴ്സ് കാര്യങ്ങൾ അവൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ഗൂഗിൾ ഫോം കോൺടാക്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും ശ്രദ്ധിച്ച് ഗേറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഗേറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക. താങ്ക് യു.